ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. അതിനായിട്ട് ഞാൻ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചതാണ് ഈ കാണുന്നത്. നന്നായി കൈ വെച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. കൂടെ വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്ത് അതും മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് വെച്ചാൽ 2-3 സവാള, 2 തക്കാളി, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും ഐറ്റംസ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. കൂടെ നമ്മുടെ ഗ്രാമ്പു, കറുകപ്പട്ട തുടങ്ങിയ ഐറ്റംസും കൂടി എടുത്ത് വയ്ക്കുക. മൺചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുക. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയ ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 2 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. 2 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് 2-3 സെക്കൻഡ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറ്റിയെടുക്കേണ്ട കാര്യമുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുകയും വേണ്ട. നമുക്കല്ലാതെ ഇങ്ങനെ ബ്രൗൺ കളറായി മാറിയൊന്നും വേണ്ട. സവാള ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് സോഫ്റ്റനാക്കി കിട്ടണം. നമുക്ക് ബ്രൗൺ കളറാവേണ്ട കാര്യമില്ല. ഇതൊന്നും നല്ലോണം വെന്ത് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനായിട്ട് ഇറ്റ്സ് ബെറ്റർ നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് തന്നെ അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഞാനിത് അടച്ചു കൊടുത്തൊരു 2-3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തണുത്തിട്ട് വരുമ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഓക്കെ, ഇത് അരച്ചെടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് ഇതുപോലെ നല്ല അടിപൊളി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സെയിം ചട്ടി തന്നെ അടുപ്പിലേക്ക് വെക്കുക. എന്നിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില, കുറച്ച് നല്ലോണം തന്നെ കറിവേപ്പിലയും 2-3 വറ്റൽമുളക് 2ആയി കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ പുരട്ടി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഓക്കെ, വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല ഈ സ്റ്റെപ്പിൽ. നല്ലോണം ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചിക്കനും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ഗ്രേവിയൊക്കെ വന്നോളൂ. നമ്മൾ ഇതിൽ സെപ്പറേറ്റ് വെള്ളം ചേർക്കാണ്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കുക. ഓക്കെ, ഈ ഒരു പരുവത്തിലായി കിട്ടും. ഈ ഒരു പരുവത്തിലായി കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ബാക്കി സ്റ്റെപ്പ് ചെയ്യേണ്ടത്. കണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഡാർക്ക് കളറായിരിക്കും. കാണുമ്പോൾ തന്നെ കൊതി വരും. അടിപൊളി ടേസ്റ്റാണ്. ഇനിയാണ് നമ്മളിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എത്രമാത്രം ഗ്രേവി വേണോ അത്രമാത്രം ഗ്രേവിയിൽ ഉണ്ടാക്കുക കേട്ടോ. കട്ടിയിലാണെങ്കിലും ടേസ്റ്റാണ്. എങ്കിൽ ഗ്രേവി കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അപ്പോഴും ടേസ്റ്റാണ്. ഇതുപോലെ ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കണം. ഓക്കെ, ഇതൊരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ചിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കിഡിലും ടേസ്റ്റായിട്ട്. ചിക്കൻ ആണെങ്കിൽ സ്പെഷ്യൽ ടേസ്റ്റാണ്. നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് അവസാനമായിട്ട് ചേർക്കുന്നത് വെച്ചാൽ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലല്ലേ, അത് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക. കുറച്ചൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കുള്ള ഒരു അടിപൊളി സ്മെല്ലും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇത് ഏതിൻ്റെ കൂടിയും ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.